ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മീനാക്ഷിയുടെ കുടുംബം ഇപ്പോൾ ആകെ കഷ്ടത്തിലാണ്. അവർക്ക് ഒരു രൂപ പോലും വരുമാനം ഇല്ലാത്തൊരവസ്ഥയിലാണ്. പ്രതാപനും കൃഷ്ണയും തുളസിയും കുടുംബത്തിനെയും കാണാൻ വന്നപ്പം അവർക്ക് കുറച്ച് ക്യാഷൊക്കെ കൊടുക്കുന്നുണ്ട്. തുളസീധരനാണെങ്കിൽ ഇനി ജീവിക്കണമെന്ന് തന്നെയുള്ള സംശയത്തിലാണ്. ഒരു കുപ്പി വിഷം വാങ്ങിക്കഴിച്ച് ആത്മഹത്യ ചെയ്താലോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. ആ കാര്യം തുളസീധരൻ പ്രതാപനോട് പറയുന്നുമുണ്ട്. എൻ്റെ മക്കളെ എനിക്കിനി പഠിപ്പിക്കാൻ ഒരു നിവൃത്തിയില്ല, ചെലവിന് കൊടുക്കാനുള്ള നിവൃത്തിയില്ല, വിഷം ഏത് വാങ്ങണം എന്ന കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. പ്രതാപനും കേൾക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട്. അയാൾ കുറച്ച് ക്യാഷ് എടുത്ത് തുളസീധരൻ്റെ കൈ കൊടുത്ത് സമാധാനിപ്പിക്കാൻ ശ്രമിക്കും. അതുകൂടാതെ കൃഷ്ണയും കുറച്ച് പൈസ പ്രസന്നയുടെ കയ്യിൽ കൊടുക്കുന്നത് കാണിച്ചായിരുന്നു. അവരുടെ കുടുംബത്തിൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ കാണുമ്പോൾ കൃഷ്ണയ്ക്ക് മനസ്സിലൊരാഗ്രഹം വരും, എന്നാൽ പിന്നെ സറോഗസിക്ക് മീനാക്ഷിയെ തന്നെ തിരഞ്ഞെടുത്താലോ എന്ന്. ആ കാര്യം പ്രതാപനോട് പറയുന്നുണ്ട്. എന്നാൽ പ്രതാപന് അതിനോട് തീരെ താല്പര്യമില്ല. അയാൾ പറയുന്നുണ്ട്, നീ എന്തൊക്കെയായി പറയുന്നത്? 52 വയസ്സുള്ള മുകുന്ദേട്ടന്റെ കുഞ്ഞിനെ 22 വയസ്സ് തികയാത്ത ആ പെൺകൊച്ച് ഗർഭം ധരിച്ച് പ്രസവിക്കണമെന്നോ? കൃഷ്ണ പറയുന്നുണ്ട്, മീനാക്ഷി മനസ്സ് വെച്ച ആ കുടുംബത്തിന്റെ എല്ലാ കഷ്ടപ്പാടും മാറും. പിന്നീട് കൃഷ്ണ ഫോണിലൂടെ മുകുന്ദനോട് സംസാരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളാണോ സംസാരിക്കുന്നത് അറിയില്ല. അതേപോലെ പ്രതാപം പൈസ കൊടുക്കുന്നത് വേറൊരു ദിവസം വന്നിട്ടാണോ എന്നും സംശയമുണ്ട്. മീനാക്ഷി വേറൊരു ഡ്രസ്സിലൊക്കെ നിൽക്കുന്നത് കാണിക്കുന്നുമുണ്ട്. ആദ്യം എന്താണെങ്കിലും അവരിത് കേൾക്കുമ്പം അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടും പ്രാരാബ്ദവും ഒക്കെ ഓർക്കുമ്പോഴത്തേക്കും അവരത് അംഗീകരിക്കും. മീനാക്ഷിക്ക് താല്പര്യം ഇല്ലെങ്കിൽ പോലും അവളെ നിർബന്ധിച്ച് സമ്മതിപ്പിക്കും. കുടുംബത്തിൻ്റെ ഭാവിയും അനിയത്തിയുടെ പഠിത്തവും ഒക്കെ ഓർക്കുമ്പം അവൾക്കും സമ്മതിക്കാതെ വേറെ നിവൃത്തി ഇല്ലാതെയാവും. എന്താണേലും അർജുൻ ഇനി മീനാക്ഷിയെ കെട്ടാൻ തയ്യാറാവും തോന്നുന്നില്ല. ഒന്നാമത് അവൻ്റെ അച്ഛന് കുറേ സ്ത്രീധനം വേണം എന്നൊക്കെ പറഞ്ഞ് നടക്കുമായിരുന്നല്ലോ. ഇപ്പം ഇവരെ കൊണ്ട് 1 രൂപ പോലും കൊടുക്കാനുള്ള നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഈ ബന്ധം വേണ്ടെന്ന് തന്നെ അവൻ്റെ അച്ഛൻ പറയും. മീനാക്ഷി അവൻ എത്രത്തോളം ഇഷ്ടമാണെങ്കിലും അച്ഛൻ്റെ വാക്ക് മറികടന്ന് അവനൊരു പ്രവൃത്തി ചെയ്യുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അർജുനും മീനാക്ഷിയും തമ്മിലുള്ള ബന്ധം ഇതോടെ അവസാനിക്കാനുള്ള ചാൻസ് ഏറെയാണ്. ഞാൻ ഈ സീരിയലിൻ്റെ നോവൽ വായിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ കറക്റ്റ് എനിക്ക് അറിയില്ല എങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നതെന്ന്. എല്ലാ സീരിയലിനെയും പറയുന്ന പോലെ ഓരോ ഊഹങ്ങൾ മാത്രമാണ്.